റോഷിപാൽ LDFും UDFും അതുപോലെ തന്നെ PV അൻവറും കണക്കുകൾ പറയുകയാണ്. ഇനി ഇവരുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി അവിടെയുള്ളത് ബാക്കിയുള്ളവർ പിടിക്കുന്ന വോട്ടുകളാണ്. അതിൽ NDA ഒരു മുന്നണിയായി തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അതിൽ മലയോര മേഖലയിൽ സ്വാധീനമുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ഇറക്കിയുള്ള പരീക്ഷണത്തിലൂടെ എത്ര വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിയും? കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? സുജയ പാർവതി, NDA ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾ സമാഹരിക്കുമെന്ന കണക്കുകൂട്ടലാണ്. അതിന് അപ്പുറത്തേക്കുള്ള വോട്ട് സമാഹരിക്കാനുള്ള ശ്രമം NDAയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം NDA സ്ഥാനാർത്ഥി ഈ തവണ മലയോര മേഖലയിൽ കൃത്യമായ പ്രവർത്തനം അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ച് മുനമ്പം വിഷയം അടക്കം ഉയർത്തി കാണിച്ചുള്ള പ്രചാരമായിരുന്നു ആ മേഖലയിൽ നടത്തിയത്. പക്ഷേ വയനാട് അവിടെ പ്രധാനമായും K. സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് ലഭിച്ച അത്രത്തോളം വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യത ഇല്ലെന്നും കണക്കുകൂട്ടുന്നുണ്ട്. പക്ഷേ നില മെച്ചപ്പെടുത്തും NDA. നിലവിലെ അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്ന് വിമർശനം ഉയരുമ്പോഴും കൃത്യമായ പ്ലാൻ ചെയ്തുള്ള ഒരു പ്രചാരണമാണ്. പക്ഷേ അത് ആർക്കാകും തിരിച്ചടി എന്നതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടേണ്ടി വരിക. കാരണം ക്രിസ്ത്യൻ ബെൽറ്റിൽ നേരത്തെയൊക്കെ UDFനും LDFനും ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ, ആ വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കാനുള്ള ഏതാണ്ട് 18% വരുന്ന വോട്ടുകൾ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണം കൃത്യമായി നടത്തിയത്. കൃത്യമായി പ്രധാനപ്പെട്ട നേതാക്കൾ കേന്ദ്രീകരിച്ച്, മലയോര മേഖലയിലെ കർഷകരെ കേന്ദ്രീകരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു മോഹൻ ജോർജ് നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ സ്വദേശി, നിലമ്പൂരിൽ നേരത്തെ UDFന്റെ ഭാഗമായിരുന്നു മോഹൻ ജോർജ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താനുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിലൂടെ NDAക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതും ഒരു ചോദ്യമാണ്. 23-ാം തീയതി ഈ കണക്കുകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും 23-ാം തീയതി ജനം പറഞ്ഞ കണക്ക് എന്താണ് എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം. മുന്നണികൾ കൂട്ടലും കിഴിക്കലും തുടരുകയാണ്. ജയം അവകാശപ്പെടുന്നു LDFും UDFും. 25,000-ഓളം വോട്ടുകൾ ഉറപ്പെന്ന് PV അൻവർ ക്യാമ്പും അവകാശപ്പെടുകയാണ്.